പാസ്റ്റർ ബിനു വാഴമുട്ടത്തിലിന്റെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ചും അടിയന്തര അന്വേഷണം വേണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ബിനു വാഴമുട്ടം നടത്തിയിട്ടുള്ള പ്രവർത്തികൾ അനധികൃതമാണ്. ബിനു വാഴമുട്ടം പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്നുവെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ നടത്തുന്ന പ്രാർത്ഥനാലയം, അവിടുത്തെ അന്തേവാസികളുടെ പരാതി, ജീവനക്കാരുടെ പരാതി, നാട്ടുകാരുടെ പരാതി, ഇങ്ങനെ ഒരുപാട് പരാതികൾ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ബിനു വാഴമുട്ടത്തിനെതിരെ കേസെടുക്കാത്തത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ബിനു വാഴമുട്ടത്തിന്റെ പണത്തിന് ശക്തിയെയോ സ്വാധീനത്തെയോ ഭയക്കുന്നുണ്ടോ പോലീസ് എന്ന് നമുക്ക് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ സമാനമായിട്ട് ഇത്തരത്തിൽ മത പ്രചാരകന്മാർ നമ്മുടെ നാട്ടിൽ മിഷണറിമാരുടെ പ്രവർത്തനത്തിന്റെ മറവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം യഥാർത്ഥത്തിൽ പലതും നിയമവിരുദ്ധമാണ്. ഇവർക്കൊക്കെ ഈ പണം എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. ഇത്തരം ആളുകളെയൊക്കെ വിലക്കെടുക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന സാമ്പത്തിക ശക്തി ബിനു വാഴമുട്ടത്തിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും MS വീണ ചേരുകയാണ്. വീണ, ഇന്ന് ഹിന്ദു ഐക്യവേദി നേതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് ജനം ടിവിയോട് വിശദീകരിച്ചത്? KP, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പാസ്റ്ററിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ബിനു വാഴമുട്ടത്തിൻ്റേത്. അത് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ജനം TV ആണ്. ആ ജനം TVയുടെ തുടരെയുള്ള വാർത്തകളിൽ അത് വലിയ തരത്തിൽ പ്രതികരണങ്ങൾക്കൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദി അടക്കം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഈ ബിനു വാഴമുട്ടത്തിനെ സംരക്ഷിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസിനെതിരെയും ശക്തമായിട്ട് നിലപാടെടുക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ഇന്ന് ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യങ്ങളിൽ ചോദ്യം ഉന്നയിച്ചുവെങ്കിലും ആഭ്യന്തരമന്ത്രി ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പോലീസ് ഇരുട്ടിൽ തൽപ്പുന്ന ഒരു നിലപാടാണ് ഇപ്പോഴും തുടരുന്നത്. ഈ വിഷയത്തിലാണ് ശക്തമായിട്ടുള്ള ഒരു നിലപാട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു അറിയിച്ചിരിക്കുന്നത്. ഇത് അനധികൃതമായ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തുന്നു, അല്ലെങ്കിൽ മതപരിവർത്തനം അടക്കമുള്ള കേന്ദ്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ്? സാമ്പത്തിക ശക്തി, ഈ ബിനു വാഴമുട്ടത്തിന് പിന്നിലുള്ള സാമ്പത്തിക ശക്തി ആരാണ്? സാമ്പത്തിക ശക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദമായ അന്വേഷണം വേണം. കൂടാതെ തന്നെ ഈ കൂടിക്കാഴ്ചകൾ, അതായത് ഈ ബിനു വാഴമുട്ടം നടത്തുന്ന ഇടപെടലുകൾ, അവിടേക്ക് എത്തുന്ന ആളുകളുടെ വിവരങ്ങൾ, അതിലൊക്കെ അടക്കം വ്യക്തത തേടേണ്ടതുണ്ട്. മാത്രമല്ല പൊതുസമൂഹത്തിനെ അടക്കം വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ബിനു വാഴമുട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. ആഭ്യന്തര വകുപ്പും പോലീസും ഇതിൽ നോക്കുകുത്തിയാകുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. നിരവധി പരാതികളാണ് ഉയർന്നത്. അവിടെ ബിനു വാഴമുട്ടത്തിന്റെ അവിടെ പെന്തിക്കോസ്ത് പ്രാർത്ഥനാലയത്തിലെത്തുന്ന അവിടുത്തെ അന്തേവാസികൾ അടക്കമുള്ളവർ നിരവധി പേർ പരാതി നൽകിയതാണ്. 17-കാരനായ കുട്ടിയടക്കം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ളൊരു പ്രതികരണം നടത്തുകയും പരാതി പറയുകയും തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് വനിതകളടക്കം, അമ്മമാരടക്കം പ്രതികരണം നടത്തിയതാണ്. പക്ഷേ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആഭ്യന്തരമന്ത്രിയുടെ മൗനം അത് വലിയ തരത്തിൽ പൊതുസമൂഹത്തിലെ അടക്കം വലിയ തരത്തിൽ ആശങ്ക സൃഷ്ടിക്കുകയല്ലേ എന്നുള്ള ജനം TVയുടെ ചോദ്യത്തിലാണ് RV ബാബു മറുപടിയായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. സമൂഹത്തെ അടക്കം വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് കടന്നു പോകുന്നുണ്ട് ഈ പാസ്റ്റർ ബിനു വാഴമുട്ടം. അതിനാൽ തന്നെ ബിനു വാഴമുട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്, അന്വേഷണം നീളേണ്ടതുണ്ട്. മറ്റാരുടെയെങ്കിലും പിന്തുണ ലഭിക്കുന്നുണ്ടോ? സാമ്പത്തിക സ്രോതസ്സുകൾ എവിടെ നിന്നാണ്? ഈ സാമ്പത്തിക ശക്തിയുടെ പിൻബലത്തിലാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ബിനു വാഴമുട്ടം നടത്തുന്നത്? അക്കാര്യങ്ങളിലടക്കം വ്യക്തത തേടേണ്ടതുണ്ട്. എന്തായാലും ഇതിനെതിരെ, അതായത് ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്ന നിലപാടിലും ഒപ്പം തന്നെ ബിനു വാഴമുട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ആ ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം നടത്താൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നാണ് RV ബാബു പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. KP. ശരി, MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.